രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിക്കാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീന്ത്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീന്ത്. 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും സമാനതകളേറെയുള്ള സങ്കീർത്തനങ്ങളാണ്, വാക്യങ്ങൾ. അതുപോലെ തന്നെ പലയിടങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന അനുഗ്രഹീതമായ 2 സങ്കീർത്തനങ്ങളാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. മൂഢന്മാരെ കുറിച്ച് ബൈബിളിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. മൂഢന്മാരുടെ ചിന്ത ദൈവമില്ല എന്നാണ്. ആരെങ്കിലും ഒരു കൂട്ടർ ദൈവം ഇല്ലെന്ന് വിചാരിച്ചതുകൊണ്ട് ദൈവം ഇല്ലാതൊന്നും വരുന്നില്ല. ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രപഞ്ചം ഉണ്ട്. നമ്മളൊക്കെ ഇവിടെ ഉള്ളത് ദൈവം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവർ മനഃപൂർവ്വം ദൈവം ഇല്ലെന്ന് വരുത്തി തീർക്കുന്നത് അവർക്ക് അവരുടെ മ്ലേച്ഛതകളിൽ തുടരാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ചയുടെ വിചാരം ആരും കാണുന്നില്ലെന്നാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി അതതിൻ്റെ കൃത്യം നിർവഹിക്കുന്നു. പക്ഷെ പലരും കാണുന്നുണ്ട്. ഇതുപോലെ ദൈവം ഇല്ലെന്നുള്ള ബോധ്യത്തിലേക്ക് ഒരുവൻ എത്തിച്ചേരുന്നത് അവന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തികൾ ചെയ്യാൻ വേണ്ടി അവനവൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ദൈവമില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവമില്ലാതാകുന്നില്ല. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിച്ചു കൊള്ളുക. നിനക്കിഷ്ടമുള്ള വഴിക്ക് എന്ത് ചെയ്തു കൊള്ളുക? നന്നായി പൊയ്ക്കൊള്ളുക. ആ വാക്യം എടുത്തെങ്കിൽ അത് അതുപോലെ ഒന്ന് വായിച്ച് നമുക്ക് മടങ്ങി വരാം. 11:9 യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്ന് യഹോവ. അപ്പൊ എന്താ വാക്യത്തിന്റെ അർത്ഥം? നമ്മുടെ യൂത്ത് ബൈബിളൊക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. ഓരോ വേർഷൻസ് പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ അതിനകത്തൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ ഇന്നിന്റെ സാഹചര്യത്തിലാണ് ഈ ബൈബിൾ ഈ ഭാഗം എഴുതിയിരുന്നതെങ്കിൽ എങ്ങനെ എഴുതുമായിരുന്നു? സങ്കല്പിച്ചിട്ടുണ്ടോ? യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. നിന്റെ യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എഴുതാൻ പറ്റും: ജീവിതം അടിച്ചു പൊളിച്ചോ. അതാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യൗവനക്കാരോട് വചനം പറയുന്നു, അടിച്ചു പൊളിച്ചു ജീവിച്ചു. അത് ഇന്നത്തെ ഒരു ഭാഷയാണ്, ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഒരു ഭാഷയാണ്. അപ്പൊ ആദ്യ ഭാഗം മാത്രമാണ് ഒരാൾ വായിക്കുന്നതെങ്കിൽ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ബോധിച്ച പോലെ നടക്കാൻ എന്നൊക്കെ നമുക്ക് ചിന്ത വരും. പക്ഷെ അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് അറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും ഒക്കെ മായയത്രേ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരു വാക്യത്തിന്റെ ഒരു ഭാഗം വായിച്ചിട്ട് ബോധിച്ചത് വണ്ണം ചെയ്യരുത്. നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട്. ഈ ആലയത്തിന്റെ സറൗണ്ടിങ്ങിലുള്ളതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ആക്ഷൻ, നമ്മുടെ പോക്ക്, നമ്മുടെ വരവ്, നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നു, ആരോടൊക്കെ ഇടപെടുന്നു. അതുകൊണ്ട് ക്യാമറ ഉള്ളത് കൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കും. പക്ഷെ ഇവിടെ ഈ ക്യാമറ ഇല്ലെങ്കിലും മുകളിലത്തെ ആളുടെ ക്യാമറ എത്രയോ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ക്യാമറ കറണ്ട് പോയാൽ വൈഫൈ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. പക്ഷെ വൈഫൈ കണക്ഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറ നമ്മുടെ മേൽ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിച്ചാൽ നമുക്ക് മെച്ചപ്പെടാനായിട്ട് കഴിയും. കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കാൻ വേണ്ടി മൂഢന്മാര് കണ്ടെത്തിയ ഒരു വഴി ദൈവമൊന്നും ഇല്ലെന്നേ. ഇതൊക്കെ ചുമ്മാതെ ആരാണ്ടോ മനസ്സിൽ സങ്കല്പിച്ചു വച്ചതാണ് എന്ന് മനസ്സിനെ ധരിപ്പിച്ചുകൊണ്ട് അവർക്ക് ബോധിച്ചതുപോലെ ജീവിക്കുകയാണ്.
താഴേക്ക് വായിക്കുമ്പോൾ അതിനിടയിലും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? അപ്പൊ ദൈവമില്ലെന്ന് പറയുന്നവൻ, വിശ്വസിക്കുന്നവൻ മൂഢനാണ്. ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരാണ്? ബുദ്ധിമാനാണ്. സ്തോത്രം. അവരെ കാണാൻ ദൈവത്തിന്റെ കണ്ണുകൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് നോക്കുന്നു. അടുത്ത ഭാഗത്ത് പറയുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. മാനവകുലത്തെ ഒരുപോലെ കൊള്ളരുതാത്തവരാക്കി തീർത്തത് എന്താണ്? പാപമാണ്. റോമാലേഖനത്തിൽ ഇത് പറയുന്നുണ്ട്. പാപമാണ് കൊള്ളാകുന്ന മനുഷ്യരെയൊക്കെ കൊള്ളുകയല്ലാത്തവരാക്കി തീർത്തത്. എന്നാൽ ആ പാപത്തിന്റെ സ്വാധീനതയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനാണ് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രനായി ഇഹത്തിൽ അവതരിച്ച് പാപത്തിന് പരിഹാരം കാൽവറി ക്രൂശിൽ വരുത്തിയത്. ആ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവപുത്രനെ അകത്ത് സ്വീകരിച്ച് പാപവഴികളോട് ഗുഡ് ബൈ പറയുമ്പം നമുക്ക് ഈ പാപപങ്കിലമായ ലോകത്തിൽ നീതിമാന്മാരായി നിലകൊള്ളുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യും. താഴേക്ക് വായിക്കുമ്പോൾ അടുത്ത ഭാഗത്ത് പറയുന്നു, നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നതുപോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾക്ക് ദോഷം ചെയ്യാൻ പറ്റത്തില്ല. അതാ വാക്യത്തിന്റെ അർത്ഥം. നമ്മൾ ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീനിന്റെ കുഴപ്പമല്ല, ലൈഫിൽ പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ്. നല്ല ഒരു പ്രാർത്ഥനക്കാരന് അവരന് ദോഷം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതിന് സമാനമായ മറ്റൊരു വാക്യം 52-ാമത്തെ സങ്കീർത്തനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. 54-ാമത്തെ സങ്കീർത്തനം 54-ന്റെ 3-ാം വാക്യം, അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു, ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു, അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. അപ്പൊ ദൈവത്തെ മുൻപിൽ വെക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾക്ക് ജീവഹാനി വരുത്തുവാൻ, ദോഷം ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ പറയുന്നത്. അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു, യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കും. പാപം ചെയ്യുന്നവൻ പ്രാർത്ഥന അവസാനിപ്പിക്കും. ലൈഫിൽ പാപമുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ തുടരാൻ പറ്റത്തില്ല. ലൈഫിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ പാപത്തിലും തുടരാൻ പറ്റത്തില്ല. ഇത് രണ്ടും ഒരുപോലെ വർക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മെ കൊണ്ട് ഒരർത്ഥത്തിൽ പാപം ചെയ്യിപ്പിക്കുന്ന സ്വാധീനത എന്താ? നമ്മുടെ പ്രാർത്ഥനാ ലൈഫ് ഇടിവ് സംഭവിക്കുമ്പോഴാണ് വാക്കുകളിൽ കൂടിയോ പ്രവൃത്തികളിൽ കൂടിയോ അപരന് ദോഷം ഉണ്ടാക്കാനും വരുത്തുവാനും ഒരു ചേതോവികാരം നമ്മുടെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോണം, പ്രയർ ലൈഫ് ശരിയല്ല. പ്രാർത്ഥനാ ജീവിതം ശരിയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് എങ്ങനെ വേറൊരുവന്റെ കുതികാലി വെട്ടാൻ പറ്റും? പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് വേറെ ഒരാളുടെ ദോഷം പറഞ്ഞു വരുത്താൻ എങ്ങനെ പറ്റും? അപ്പോ നമ്മൾ ഈ സന്ധിക്കിരിക്കുന്ന പ്രാർത്ഥനയുടെ കാര്യമോ കൂട്ടായ്മയ്ക്ക് വരുമ്പോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കാര്യമല്ല. വ്യക്തിപരമായി നമുക്കൊരു പ്രയർ ലൈഫ് ഉണ്ടെങ്കിൽ ആ പ്രയർ ലൈഫ് നമ്മുടെ ആളത്വത്തെ പണിതിരിക്കും. ദോഷങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥന നമ്മളെ അകറ്റി നിർത്തും. ദോഷകരമായ പ്രവണതകളിൽ നിന്നും ഈ പ്രാർത്ഥന നമ്മെ അകറ്റി നിർത്തും. അപ്പം മനസ്സിൽ കുറിച്ചോണം, പാപം ചെയ്യുന്നവൻ പ്രാർത്ഥന അവസാനിപ്പിക്കും, പ്രാർത്ഥന അവസാനിപ്പിക്കുന്നവൻ പാപം ചെയ്യും. ഇത് രണ്ടും ഒരുപോലെ വർക്കാകത്തില്ല. ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. വീണ്ടും അടുത്ത ഭാഗത്ത് അവർ പറയുന്നു, അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ, നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു, എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. ഇങ്ങനെ വ്യത്യസ്ത പ്രമേയങ്ങൾ ഈ സങ്കീർത്തനത്തിനകത്ത് അവതരിപ്പിച്ച അനന്തരം 7-ാം വാക്യമൊക്കെ നമ്മുടെ മനസ്സിൽ ചേക്കേറി കിടക്കുക. എത്രയോ കാലങ്ങളായിട്ട് ചേക്കേറി കിടക്കുന്ന ഒരു വാക്യമായി 7-ാം വാക്യം. നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതി മാറ്റുന്ന ദൈവം, സ്തോത്രം. നമുക്കൊക്കെ സന്തോഷം തരുന്ന അനുഗ്രഹീതമായൊരു വാക്യമാണ് സ്ഥിതി മാറ്റുന്ന ദൈവം. വാക്യം വായിച്ച് കഴിയുമ്പോഴേ
പകുതി പ്രസംഗം നമ്മൾ കണ്ടു കഴിയും. അതാണ് ദൈവമക്കളുടെ ഒരു പ്രത്യേകത. പുള്ളിക്കാരൻ ഈ റൂട്ടിലൊക്കെ ആയിരിക്കാം ഇന്ന് പോകുന്നത്. വചനപരിചയമുള്ളവർ നേരത്തെ സ്ഥിതിമാറ്റത്തിന്റെ വാക്യങ്ങൾ കണ്ടുപിടിച്ച് പേപ്പർ കൊണ്ടോ വിരലുകൊണ്ടോ അതിങ്ങനെ അടയാളപ്പെടുത്തി വെച്ച് ഇങ്ങനെ മറിച്ചെടുക്കും. അപ്പം കുറിവാക്യം വായിച്ച് കേൾക്കുമ്പോൾ തന്നെ പാതി പ്രസംഗം ചിലർക്ക് കിട്ടിക്കഴിയും. സ്ഥിതിമാറ്റം എന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമാണ്. എന്നാൽ ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഓരോ സമയത്തും വായിക്കുന്ന വാക്യം ഒന്നാണെങ്കിലും കാലഘട്ടത്തിനനുസരിച്ച് അതിനകത്തെ ദൂത് ചേഞ്ച് ആകും. അവരവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് ദൈവം വ്യത്യസ്ത നിലകളിൽ ഇടപെടും. ഇന്ന് പകലിലും കർത്താവ് നമ്മോട് ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആവർത്തിച്ചൊരു വാക്യം വായിക്കുമ്പം ആവർത്തന വിരസത വാക്യത്തോട് ബന്ധപ്പെട്ടുണ്ടായേക്കാം. പരിചിതമായ ഒത്തിരി സന്ദേശങ്ങൾ നമുക്കതിനോട് ബന്ധപ്പെട്ട് ഓർമ്മ വരാം. എന്നാൽ അതിന് ഇടയിൽ ദൈവം ഇടപെടുന്ന ചില വചനങ്ങളുണ്ട്. അത് പ്രാപിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ സ്ഥിതിമാറ്റം എന്നുള്ളത് സ്തോത്രം ഉണ്ടാക്കുന്ന ഒരു നല്ല മെസ്സേജാണ്. സ്ഥിതിമാറ്റം എന്നുള്ളത് നമുക്കിന്ന് പകൽ അതിലേക്ക് പ്രവേശിക്കാം. എൻ്റെ സ്ഥിതിക്ക് കാര്യമായിട്ട് മാറ്റമൊന്നും വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആരെയും ഇതിനകത്തുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? സ്ഥിതി മാറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. എല്ലാവരും സ്ഥിതി മാറാൻ, ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സ്ഥിതി മാറാൻ താല്പര്യപ്പെടുന്നുണ്ട്. രോഗിയാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തുകൊണ്ടാ? രോഗത്തിന്റെ സ്ഥിതി മാറേണ്ടതുള്ളല്ലേ? ഒരു 10 കൊല്ലം കൂടി ജീവിക്കണോ, അല്ലെ ദൈവം അനുവദിച്ച ആയുസോളം ജീവിക്കണോ എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രി പോകുന്നത്. ഒന്നുകിൽ പ്രാർത്ഥിച്ചാൽ സൗഖ്യം ഉണ്ടാകും. ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ ആഗ്രഹിക്കുന്ന എന്താണ്? ആ സ്ഥിതിക്ക് എന്ത് വരണം? ഒരു മാറ്റം വരണം, അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഏകദേശം നമ്മുടെ ഒരു സാമ്പത്തിക നിലവാരം നമുക്കറിയാം. നമ്മുടെ ആയുസ്സിലൊക്കെ ജീവിക്കാനും ഉള്ള ഒരു ശേഷി നമുക്കുണ്ട്. എങ്കിൽ നമ്മൾ അതുകൊണ്ട് എല്ലാം നിർത്തുവോ? ഇല്ല. നമ്മുടെ തലമുറകൾക്ക് കൂടി മെച്ചമായ എന്തെങ്കിലും കരുതാൻ, അവരുടെ സ്ഥിതിക്ക് വേണ്ടി ഒരു മാറ്റം വരത്തക്ക നിലയിൽ ഉള്ളതിന് വേണ്ടി നമ്മൾ അധ്വാനിക്കും. എല്ലാ കാലഘട്ടത്തിലും ദൈവജനത്തിന്റെ ആഗ്രഹം അവരുടെ സ്ഥിതി മാറണമെന്നാണ്. നമ്മളെല്ലാം ഒരർത്ഥത്തിലല്ലെങ്കിൽ ഒന്നുകിൽ ആത്മീയ സ്ഥിതി, അല്ലെങ്കിൽ ശാരീരിക സ്ഥിതി, അല്ലെങ്കിൽ ഭൗതിക സ്ഥിതി, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ സ്ഥിതിമാറ്റം ആഗ്രഹിക്കാത്ത ആരുമില്ല. അവർക്കെല്ലാം കൂടി ഇന്ന് പകൽ ഈ ഒരു വാക്യം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ആരും നമ്മുടെ സ്ഥിതി മാറ്റിയാലും ഇല്ലെങ്കിലും ദൈവം നമുക്ക് ഉറപ്പ് തരുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. അതെന്തുമായിക്കോട്ടെ, ഭൗതികമാകട്ടെ ആത്മീകമാകട്ടെ എന്തുമാകട്ടെ, ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. 3 കാര്യങ്ങൾ ഇന്ന് പകലിൽ തുടർന്നുള്ള സമയങ്ങളിൽ ഓടിച്ച് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വായിച്ചു കേൾക്കാം. ഒന്നാമത്തെ സ്ഥിതി മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം, അതിൻ്റെ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കണം. എന്നിട്ട് നമുക്ക് അതിൽ കൂടി സഞ്ചരിക്കാം. 24 മുതൽ അതിൻ്റെ 30 വരെയുള്ള വാക്യങ്ങൾ, 6 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 13:24 മുതൽ 30 വരെ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഒഴുകുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്നവർ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പ് കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 13-ാം അധ്യായം ഉപമകളുടെ അധ്യായം എന്നാണ് ഈ 13-ാമത്തെ അധ്യായത്തിന്റെ ഒരു അപരനാമം. 13-ാമത്തെ അധ്യായം ഉപമകളുടെ അധ്യായമാണ്. കുറഞ്ഞ വർഷം ഞാൻ കൃത്യമായിട്ട് എണ്ണിയിൽ ഒരു 6-7 ഉപമകൾ സ്വർഗരാജ്യത്തെ കുറിച്ച് കർത്താവ് ആ സത്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞ ഒരു അധ്യായമാണ് ഏത്?
മത്തായി 13 ഉപമകളുടെ അധ്യായം എന്ന് അതിനെ വിളിക്കുന്നതിനകത്ത് തെറ്റില്ല. അതിനകത്ത് 4 വീണ ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. 4 വീണ വിത്തിനെ കുറിച്ച് പ്രാരംഭ ഭാഗത്ത് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞ മറ്റൊരു ഉപമയാണ്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു കോതമ്പിൻ്റെ ഇടയിൽ കഥ വിളച്ച് പോയിക്കളഞ്ഞു. ഞാറു വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. എന്ന് വെച്ചാൽ വിതയ്ക്കാത്ത ഒരു കാര്യം കൂടി വിളയുടെ ഇടയിൽ തലപൊക്കി. മനസ്സിലാകുന്നുണ്ടോ? വിതച്ചത് നല്ല വിത്താണ്, പക്ഷേ ഞാറു വളർന്ന് കതിരായപ്പോൾ വിതയ്ക്കാത്ത ഒരു കാര്യം കൂടി വിളയുടെ ഇടയിൽ തലപൊക്കി. അപ്പോ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനനോട്, വയലിൽ നാം നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ പണ്ടൊരാൾ വായിച്ചപ്പം ബൈബിൾ സ്കൂളിൽ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്റ്റോറികൾ അധ്യാപകർ പറയും. പണ്ടൊരാൾ വേഗത്തിൽ വായിച്ചത് ഇങ്ങനെയാണെന്നാണ് ഞങ്ങളുടെ ഒരു അധ്യാപകൻ പറഞ്ഞത്. നാം വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ ഈ കാള എവിടെ നിന്ന് വന്നെന്ന്. സ്തോത്രം. അപ്പോ ഇങ്ങനെയൊക്കെ ഒത്തിരി അബദ്ധം വായിച്ചു വിടുമ്പോൾ നമുക്ക് ഉണ്ടാകാം. കാളയല്ല, കള എവിടെ നിന്ന് വന്നു? അപ്പൊ നല്ല വിത്താണ് എന്ത് ചെയ്തത്? വിതച്ചത്. പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ 28-ാമത്തെ വാക്യത്തിൽ ഇത്, അപ്പൊ ഒന്നാമത്തെ സ്ഥിതി ശത്രു വരുത്തുന്ന സ്ഥിതിയാണ്. ഒന്നാമത്തെ സ്ഥിതിയുടെ പേരേതാണ്? നമ്മുടെ ലൈഫിൽ ശത്രു വരുത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. നല്ലതാ ചെയ്തത്, നല്ലതാ വിതച്ചത്, നന്മയാ ആഗ്രഹിച്ചത്, നല്ലതിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്, നല്ലതിനു വേണ്ടിയാ വയറുണക്കി ഉപവസിച്ചത്. പക്ഷേ റിസൾട്ടിനോട് അടുക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ വയലിൽ വിളയുടെ ഇടയിൽ തലപൊക്കുന്നു. അപ്പൊ യജമാനനോട് ചോദിച്ച്, യജമാനനെ നമുക്കെവിടെയെങ്കിലും പിഴവ് പറ്റിയതാണോ? നല്ല വിത്തല്ലേ നമ്മൾ വിതച്ചത്? ഉടനെ യജമാനൻ പറഞ്ഞു, നല്ല വിത്ത. പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോ യജമാനൻ അവനോട് പറയുന്നു, ഇത് ശത്രു ചെയ്തതാകുന്നു. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെയൊക്കെ ലൈഫിലും നല്ലതിനു വേണ്ടി കൊതിച്ചിട്ട്, നല്ലതിനു വേണ്ടി ആഗ്രഹിച്ചിട്ട്, നന്മ പ്രതീക്ഷിച്ചിട്ട്, നല്ല കാര്യം ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്ന് പകലിൽ പറയാം, അത് നിങ്ങൾ വിതച്ചതിന്റെ ദോഷമല്ല, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇടയ്ക്ക് കയറി വന്നതല്ല. എവിടെയോ മയക്കം തട്ടിയപ്പോ, എവിടെയോ ഉറക്കം തട്ടിയപ്പോ, എവിടെയോ ശ്രദ്ധ പാളിയപ്പോ ശത്രു ചെയ്തതാണ്. ഈ സഭായോഗത്തിനകത്ത് ശത്രു ചെയ്ത ചില സ്ഥിതികളുടെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന ചിലരെങ്കിലും ഇതിനകത്ത് കണ്ടേക്കാം. നന്മ കൊതിച്ചിട്ട്, നല്ലതാഗ്രഹിച്ചിട്ട്, നല്ല സ്വപ്നം കണ്ടിട്ട്, നല്ല പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചിട്ട് ഇടയ്ക്കെവിടെയോ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി തലമുറകളെ ശത്രു തിരിച്ചു കൊണ്ടുപോയെങ്കിൽ, നിങ്ങളുടെ നന്മകളെ ശത്രു ചിലടത്ത് ട്വിസ്റ്റ് ഉണ്ടാക്കി സന്തോഷത്തോടെ നിന്ന നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ സങ്കടക്കടലാക്കി മാറ്റിയെങ്കിൽ, ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവനല്ല. ദൈവം നമ്മളെ വേദനിപ്പിച്ചിട്ട് സന്തോഷിക്കുന്നവനല്ല. ചിലപ്പോഴൊക്കെ ദൈവം വേദന അനുവദിക്കാറുണ്ട്, ഞാൻ അതിലേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ സന്തോഷിക്കുന്നതിനകത്ത്, നിങ്ങൾ പച്ചപിടിക്കുന്നതിനകത്ത്, നീ ആത്മീയത്തിൽ സ്ട്രോങ് ആയി നിൽക്കുന്നതിനകത്ത്, നീ മുൻപന്തിയിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നതിനകത്ത്, സന്തോഷമില്ലാത്ത ശത്രു ചിലയിടത്ത് നല്ല വിത്തിന്റെ ഇടയ്ക്ക് നീ ഉറങ്ങുന്ന രാത്രിയിൽ വിതച്ച കളയുടെ പരിണിത ഫലങ്ങൾ ചിലപ്പോൾ ചിലരെങ്കിലും അനുഭവിക്കുന്നുണ്ടാകാം. അപ്പൊ ഒന്നാമത്തെ ഒരു സ്ഥിതി ശത്രു വരുത്തുന്ന സ്ഥിതിയുണ്ട്. ശത്രു വരുത്തുന്ന സ്ഥിതി. കർത്താവ് അതിൽ നിന്ന് നമുക്ക് ഒരു മോചനം തരാതെ ഇരിക്കുകയില്ല. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് വരും. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കുറെ ഗൗരവമുള്ള ആത്മീക സത്യങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്തു കൂടി ഗ്രഹിക്കാനായിട്ടുണ്ട്. ഇവിടുത്തെ വയൽ സഭയ്ക്ക് നിഴലാണ്. ഇവിടുത്തെ യജമാനൻ നമ്മുടെ കർത്താവിന് നിഴലായി കാണുന്നതിൽ തെറ്റില്ല. ഇവിടുത്തെ കളപ്പുര നിത്യതയ്ക്ക് നിഴലായി ദർശിക്കുന്നതിൽ തെറ്റില്ല.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ വയലിൽ കളയുമുണ്ട് വിളയുമുണ്ട്, ഗോതമ്പുമുണ്ട് കളയുമുണ്ട്. ഒന്ന് സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ ഇച്ചിരി മസിൽ പിടിച്ചിരിക്കാതെ ഇച്ചിരി കൂടെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാമെങ്കിൽ സന്തോഷമാണ്. സ്തോത്രം. എന്തൊക്കെയാ പുള്ളി പറഞ്ഞു പിടിപ്പിക്കാൻ പോകുന്നത്? അങ്ങനൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വചനമല്ലാതെ ഒന്നും പറയാൻ എനിക്കൊട്ട് അറിയത്തില്ല. അതുകൊണ്ട് വചനത്തിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും നമ്മൾ പറയത്തില്ല. അതുകൊണ്ട് പിരിമുറുക്കവും ടെൻഷനും ഒന്നും ആർക്കും വേണ്ട. വചനം മാത്രം. നമ്മൾ ഇന്ന് പകൽ ലളിതമായി ഘനമേറിയതൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളത്, നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള ഒരു ആത്മീക സത്യം, വയൽ സഭയ്ക്ക് നിഴലാണ്, യജമാനൻ കർത്താവിന് നിഴലാണ്. ഇവിടെ പറയുന്ന കളപ്പുര നിത്യതയ്ക്ക് നിഴലായിട്ട് കാണുന്നതിൽ തെറ്റില്ല. അങ്ങനെയെങ്കിൽ ഒരു സത്യം പറയാം, വയലിനകത്ത് കളയുമുണ്ട് വിളയുമുണ്ട്. ഹല്ലേലൂയ. ഇവിടെയല്ല, എല്ലാ സഭകളുടെ അകത്തും നല്ല വിളയുമുണ്ട്, അതിനിടയിൽ വളരുന്ന കളയുമുണ്ട്. നമുക്കാരെയും വിരൽ ചൂണ്ടാൻ അവകാശമില്ല. നമുക്ക് സ്വയം കാണാനേ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അവരന്റെ സ്വകാര്യതയിലോട്ട് എത്തി നോക്കാൻ ദൈവം നമ്മളെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. സ്വയം കാണാൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈനോക്കുലർ വാങ്ങിക്കാനും ടെലസ്കോപ്പ് വാങ്ങിക്കാനും ഒക്കെ നമുക്ക് പൈസയുണ്ട്. എന്തിനാ? അവരന്റെ സ്വകാര്യതയിലോട്ടും അവരന്റെ ജീവിതത്തിലോട്ടും നോക്കിയിട്ട് കുറ്റം കണ്ടുപിടിക്കാൻ നമുക്കൊക്കെ ഒത്തിരി താല്പര്യമാ. ഒരുവന്റെ വീഴ്ചയെ ആഘോഷിക്കാൻ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളത് കൊണ്ട് ഇന്ന് ഒത്തിരി പേരുടെ തകർച്ചകൾ ആഘോഷമാക്കാൻ പിശാച് കൊണ്ടുവന്നാന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഒത്തിരി നന്മയുണ്ട്. പക്ഷേ ഇതിടയ്ക്ക് പിശാചിന്റെ കയ്യിൽ ചട്ടുകമാകാറുണ്ട്. നമ്മുടെ മൊബൈലൊന്നും അങ്ങനെ ആകരുത് പ്ലീസ്. ഒരാളെ അപഹസിക്കാനും ഒരാളുടെ തിന്മ വിളിച്ചു പറയാനും ഒരുവൻ അടിപണിയാനും ഒന്നും നമ്മുടെ കരത്തിലിരിക്കുന്ന ഈ സാധനം ഉപയോഗിക്കരുത്. അവരന്റെ ജീവിതത്തിന്റെ സ്വകാര്യത ആഘോഷിക്കരുത്. കേട്ടോ, ഒരിക്കലും ആഘോഷിക്കരുത്. ഒരുവന്റെ തകർച്ച നമ്മൾ ആഘോഷിക്കരുത്. അതിന് ദൈവം നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ടെലസ്കോപ്പിനൊക്കെ എന്നാ വില, ബൈനോക്കുലറിനൊക്കെ എന്നാ വില? ഇതൊക്കെ നമ്മെ കാണാനാണോ? അല്ല, അവരനെ കാണാനാ. നമ്മെ കാണണമെങ്കിൽ 15 രൂപയുടെ മുടക്കേ ഉള്ളൂ. ഒരു കണ്ണാടി വാങ്ങിച്ചാൽ മതി. പക്ഷെ അതിന് പലർക്കും മനസ്സില്ല. അവരിങ്ങനെ ബൈനോക്കുലർ വെച്ച് മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പകലിൽ മറ്റുള്ളവരെ നോക്കുന്നവൻ എങ്ങും എത്തത്തില്ല. സ്വയം തിരുത്തുന്നവനെ എത്തിക്കേണ്ടിടത്ത് കർത്താവ് എത്തിക്കും. ഇന്ന് പകലിൽ നമുക്ക് നമ്മിലേക്കൊന്ന് തിരിയാം. വചനം സംസാരിക്കുമ്പോൾ ഇത് അവർക്കുള്ളതാ, ഇത് ഇവർക്കുള്ളതാ, സോർട്ട് ചെയ്യാൻ പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി ദൈവസഭയ്ക്കകത്ത് ആർക്കും കൊടുത്തിട്ടില്ല. നമുക്കുള്ളതാണോ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ സ്തോത്രം പറഞ്ഞു വിട്ടേക്ക്. ഏറ്റെടുക്കേണ്ട ആരെങ്കിലും അത് ഏറ്റെടുത്ത് തിരുത്തിക്കോളും. വേണ്ടാത്ത ബോളൊന്നും നമ്മുടെ പോസ്റ്റിലോട്ട് പിടിച്ചു വാങ്ങണ്ട. ദൈവം കൃത്യമായിട്ട് ഇടപെടുന്നുവെങ്കിൽ മാത്രം ഒരു സ്തോത്രത്തോടെ അതിനെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അത് വിട്ടുകളയുക. നിങ്ങൾക്കുള്ളതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത്തെ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അത് വിട്ടേക്ക്. ആവശ്യമുള്ളവൻ ഏറ്റെടുത്തോളും, ആവശ്യമുള്ളവൻ തിരുത്തിക്കോളും. ഇന്ന് പകൽ വചന കേൾവിയിൽ നമുക്ക് നമ്മളെ കാണാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അപ്പൊ വയലാകുന്ന സഭയ്ക്കകത്ത് നല്ല വിള മാത്രമല്ല, എന്തുകൊണ്ട്? കളയുമുണ്ട്. ഇവിടുത്തെ ഒരു സത്യം, വയല് കളയെയും വിളയെയും ഉൾക്കൊള്ളും, കളപ്പുര ഉൾക്കൊള്ളത്തില്ല. സ്തോത്ര 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 സ്തോത്രം. സഭയാകുന്ന വയലിനകത്ത് കളയെയും ഉൾക്കൊള്ളും വിളയെയും ഉൾക്കൊള്ളും. അഡ്ജസ്റ്റ് ചെയ്യും, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ ഇവിടം കൊണ്ട് തീരേണ്ടവരല്ലല്ലോ. നമ്മളൊക്കെ കളപ്പുരയിൽ കയറേണ്ടവരല്ലേ? വിളയ്ക്ക് മാത്രമേ കളപ്പുരയിൽ സ്ഥാനമുള്ളൂ. കളപ്പുര പേര് കൊണ്ടൊക്കും, പക്ഷേ ഇതിന് യാതൊരു ബന്ധവുമില്ല. കടലും കടലാടിയും എന്തൊരു ചേർമയാ. പക്ഷെ ഇത് രണ്ടും ചേരുവോ? കടൽ ഇവിടെ കിടക്കുന്നു, കടലാടി ഇവിടെ കിടക്കുന്നു. അപ്പൊ കളയെന്ന പേര് എന്നതുകൊണ്ട് കളപ്പുരയിൽ കയറുമെന്ന് വിചാരിക്കരുത്. കള കൂട്ടി വെക്കുന്ന സ്ഥലമല്ല കളപ്പുര, വിള കൂട്ടി വെക്കുന്ന സ്ഥലമാണ്. അപ്പൊ സഭകളിലും കള കണ്ടേക്കാം, സഭകളിൽ വിള കണ്ടേക്കാം, കുടുംബങ്ങളിലും കളയും കണ്ടേക്കാം, വിളയും കണ്ടേക്കാം. ഇന്ന് പകൽ നമുക്കൊരു തീരുമാനമെടുക്കണം. എൻ്റെ സഭയിലെ കളയായി ഞാൻ തീരത്തില്ല.
ചിലപ്പോൾ കള അപ്പനാകാം, ചിലയിടത്ത് കള അമ്മയാകാം, ചിലയിടത്ത് കള അമ്മാവി അമ്മയാകാം, ചിലയിടത്ത് കള അമ്മായിയപ്പനാകാം, ചിലയിടത്ത് കള മരുമോനാകാം, ചിലയിടത്ത് കള മരുമക്കളാകാം, ചിലയിടത്ത് മക്കളാകാം. ഇങ്ങനെ ആരെയും നമുക്ക് ഊമിക്കാം. സ്തോത്രം. ഇതൊക്കെ ഓരോരുത്തരാണ് തീരുമാനിക്കുന്നത്. ഞാൻ ആരാകണം, ഞാൻ ആരാകണ്ട എന്ന് തീരുമാനിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാൻ പൊതുവിൽ പറയാം, നമ്മുടെ വീട്ടിലെ കളയോ നമ്മുടെ സഭയിലോ കളയോ ഞാനാകത്തില്ലെന്ന് എനിക്ക് തീരുമാനിക്കാം. വയലിൽ കളയ്ക്കൊരിക്കലും വിളയാകാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കാകാം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. എന്ന് വെച്ചാൽ മനുഷ്യൻ അധപ്പതിച്ചാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് മൃഗമാകാം. അങ്ങനെ ഒരു ചാൻസ് ഉലകത്തിൽ ഒരു മൃഗത്തിനും ദൈവം കൊടുത്തിട്ടില്ല, ഒരു ജീവജാലങ്ങൾക്കും ദൈവം കൊടുത്തിട്ടില്ല. ഓന്തിനൊക്കെ സമയം പോലെ നിറം മാറാൻ പറ്റുമെന്നേ ഉള്ളൂ, പക്ഷെ ഷേപ്പ് മാറാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷേ മനുഷ്യന് വേണമെങ്കിൽ പ്രവൃത്തി കൊണ്ടും മനോഭാവം കൊണ്ടും മൃഗത്തിന്റെ നിലയിലോട്ട് തരം താഴാം. മൃഗമായതുകൊണ്ട് ഇനി മടങ്ങി വരവില്ലെന്ന് വിചാരിക്കണ്ട. നെബൂഖദ്നേസറിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് മൃഗ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യത്വത്തിലോട്ട് ഒരു ട്വിസ്റ്റ് കൊടുക്കാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കതിന് ചാൻസ് ഉണ്ട്. നിങ്ങൾ എത്ര ആഴത്തിൽ തകർക്കപ്പെട്ടവനാണെങ്കിലും, നിങ്ങൾ എത്ര ഉടയ്ക്കപ്പെട്ടവനാണെങ്കിലും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിരൂപിച്ചാൽ ദൈവത്തിന് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ നമ്മൾ ഇന്ന് പകൽ തീരുമാനിക്കണം, എൻ്റെ വീട്ടിലെ കളയായിട്ട് ഞാൻ മാറത്തില്ല, എൻ്റെ സഭയിലെ കളയായിട്ട്. സഭയിലെ ആള് കളിക്കുന്നല്ലോ കാര്യം. ഇപ്പൊ എനിക്കിവിടെ മൈക്ക് കിട്ടിയാൽ നിങ്ങളുടെ മുമ്പിൽ ആള് കളിക്കാം. ആത്മീകം ആളുകളിയല്ല, ആത്മീയ അഭിനയമല്ല, ആത്മീകം ജീവിക്കേണ്ട സാധനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ദൈവത്തിന് അറിയാം നമ്മൾ ആത്മീകനാണോ ജഡീകനാണോ എന്ന്. അപ്പൊ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ, നമ്മെ കാണുന്ന കർത്താവിന്റെ മുൻപിൽ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് തീരുമാനിക്കാം, ഞാൻ ഈ വയലുകൊണ്ട് അസ്തമിക്കേണ്ടവനല്ല, ഇവിടെ കുറെ നന്മ കിട്ടി ഇവിടെ തീരേണ്ടവനല്ല, കളപ്പുരയിൽ ചേർക്കപ്പെടേണ്ടവനാണ്. കളപ്പുരയിൽ ചേർക്കപ്പെടേണ്ടവനാണ്. വയൽ ഉൾക്കൊള്ളുന്ന എല്ലാ വിളയും, വയൽ ഉൾക്കൊള്ളുന്ന എല്ലാ കളയിലെയും കളപ്പുരയിലോട്ട് ചേരത്തില്ല. കളപ്പുരയിൽ ചേർക്കുന്നത് വിള മാത്രമാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ആരും ഇന്ന് പകൽ ഈ വചനം ഒരു നെഗറ്റീവ് ചിന്തയിലെടുക്കരുത്. നമുക്ക് സ്വയം ഒന്ന് കാണാൻ പറ്റട്ടെ. ഇന്ന് പകൽ എത്ര പേര് തീരുമാനിക്കും, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഞാൻ ഒരു കളയാകത്തില്ല, ഞാൻ ശുശ്രൂഷിക്കുന്നിടത്ത് ഞാൻ ഒരു കളയാകത്തില്ല, എൻ്റെ വീട്ടിൽ ഞാൻ ഒരു കളയാകത്തില്ല, എൻ്റെ സഭയിൽ ഞാൻ ഒരു കളയാകത്തില്ല. ദൈവം തരുന്ന ആയുസോളം ദൈവത്തിന്റെ വിളയായി നിൽക്കാൻ അവിടുത്തെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശം ഏറ്റെടുക്കാം. സ്തോത്രം. കളയ്ക്ക് കാഴ്ചയ്ക്കൊക്കെ വളരെ മനോഹാരിതയുണ്ട്. കാഴ്ചയുടെ മനോഹാരിത നോക്കിയല്ലല്ലോ കളപ്പുരയിൽ ശേഖരിക്കുന്നത്. വിളയെ തന്നെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തിരിക്കാം. ഈ കൊയ്തു കൂട്ടുന്ന വിള ആദ്യം എന്ത് ചെയ്യും? മെതിക്കും. മെതിച്ചു കിട്ടുന്ന മണിയെ 3 കാറ്റഗറിയിലാക്കാം. ഒന്ന് നല്ലത്, അല്ലേ, നിറഞ്ഞ മണി. 2 മങ്കെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, തടിമങ്കെന്ന് പറയും ചിലയിടത്ത്, മങ്ക്. 3 പതിര്. അപ്പൊ ഈ വിളക്കകത്ത് തന്നെ 3ആയിട്ട് വകുപ്പ് തിരിയും. നിറഞ്ഞ മണിയുണ്ട്, തടിമങ്കുണ്ട്, പതിരുണ്ട്. അപ്പൊ വയലിൽ നിന്ന് കയറ്റിയാൽ അടുത്തത് എവിടെയാണ്? കളവാണ്. കളത്തിൽ വെച്ചാണ് ഇത് മെതിക്കുന്നത്. മെതിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? വീശുമുറം കൊണ്ട് പാറ്റും. പാറ്റുമ്പോൾ എന്ത് പറ്റും? പതിരെല്ലാം അതിൻ്റെ വഴിക്ക് പോകും. പിന്നെ ശേഷിക്കുന്ന തടിമങ്കിന്റെ കാര്യവും ഏകദേശം കളത്തിൽ വെച്ച് എന്താകും? തീരുമാനമാകും. അപ്പോ കള എവിടെ വെച്ച് കൈകാര്യം ചെയ്യും? വയലിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്യും. അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ
നമ്മുടെ ഏതാണ്ട് ആത്മീയ വെയിറ്റ് കൊണ്ടല്ല, നമ്മളെ തട്ടിക്കളയേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. പക്ഷെ തട്ടിപ്പോകാത്തതിന്റെ കാര്യം, ആരൊക്കെയോ നമുക്ക് വേണ്ടി കണ്ണുനീര് പൊഴിക്കുന്നുണ്ട്, ആരൊക്കെയോ രാവുകളെ പകലാക്കുന്നുണ്ട്. അവനെ ഓർക്കണമേ, മടങ്ങി വരവ് കൊടുക്കണമേ, കുറവശം ഓർക്കരുതേ എന്ന് പറയാൻ, കരയാൻ പിറകിൽ ആരൊക്കെയോ ഉള്ളതുകൊണ്ട്, ആരുടെയൊക്കെയോ മധ്യസ്ഥതയുടെ പുറത്ത് തെറ്റുണ്ടായിട്ട് നമ്മൾ നിലനിന്ന് പോകുന്നതെന്ന തിരിച്ചറിവ്. എന്തുകൊണ്ടാണ് കള കണ്ടപ്പോഴേ കള വലിച്ചു പറിക്കാഞ്ഞത്? അന്നേരം കള പറിച്ചാൽ വിളവിനുകൂടി അത് ദോഷം വരുമെന്നുള്ളത് കൊണ്ട് ഇവിടെ ആ കളയെ അന്ത്യത്തോളം ഈ വയലിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാ. എന്നിട്ടോ ഇവിടെ പറയുന്നു, കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടും. അപ്പൊ കളയുടെ കാര്യം വയലിൽ വെച്ച് തന്നെ തീരുമാനമാകും. പതിരിന്റെയും തടിമങ്കിന്റെയും കാര്യം കളത്തിൽ വെച്ച് തീരുമാനമാകും. പിന്നെ ശേഷിക്കുന്ന നല്ല വിത്താണ് കളപ്പുരയിലോട്ട് ശേഖരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നല്ല വിത്താകാൻ തമ്പുരാൻ നമുക്ക് ഒരു കൃപ തരികയാണ്. ഞാൻ അതിനധികം വിശദീകരണം കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കളപ്പുരയിൽ എത്തുന്നത് നിറഞ്ഞ മണി മാത്രമാണ്. വയലിൽ വെച്ച് കളയുടെ കാര്യം തീരുമാനമാകും, കളത്തിൽ വെച്ച് പതിരിന്റെയും തടിമങ്കിന്റെയും കാര്യം തീരുമാനമാവാം. എന്ന് വെച്ചാൽ തടിമങ്കെന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പൂർണ്ണതയിലെത്താത്ത സാധനമാണ്. പാതി എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ തികവിലോട്ട് വന്നിട്ടില്ല. ഇന്ന് പകലിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഉൾക്കാണാൻ കൃപ ചെയ്യട്ടെ. അപ്പൊ ഒന്നാമത്തെ സ്ഥിതി ശത്രു വരുത്തുന്ന സ്ഥിതിയാ. ഇനി നിങ്ങൾ അതിനെ ആത്മീയമായിട്ട് വ്യാഖ്യാനിച്ചോ. നിങ്ങളുടെ ലൈഫിൽ ശത്രു വരുത്തി വെച്ച എന്തെങ്കിലും സ്ഥിതി ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാം, അത് നിങ്ങളുടെ ലൈഫിൽ വാഴത്തില്ല. ശത്രു വരുത്തി വെച്ച സ്ഥിതി എൻ്റെ ദൈവം മാറ്റും. ഹല്ലേലൂയ. അത് ശരീരസ്ഥിതിയാണെങ്കിലും, അത് മാനസിക സ്ഥിതിയാണെങ്കിലും, അല്ല അത് ഏത് മേഖലയിലാണോ നമ്മുടെ വേഗതയ്ക്ക് സ്പീഡ് ശത്രു കുറച്ചു കളഞ്ഞത്, നമ്മുടെ സന്തോഷിക്കുന്ന മുഖം വാടിയ മുഖം പോലെ ആയത്, നാം യഥാസ്ഥാനപ്പെട്ട് ദൈവത്തോട് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് ശത്രു വരുത്തിയ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഇന്ന് പകൽ ഈ സഭാരാധനയിൽ ശത്രു വരുത്തി വെച്ച സ്ഥിതി മാസങ്ങളായി തുടരുന്നുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? ആഴ്ചകളായി തുടരുന്നുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? അങ്ങനെയെങ്കിൽ നമ്മൾ ഒരുമിച്ച് സ്തോത്രം പറയുമ്പോൾ ഇന്ന് പകൽ ശത്രു വരുത്തി വെച്ച ചില ദുസ്ഥിതികൾക്ക് ഇന്ന് പകൽ ഒരു അന്തം കുറിച്ചിട്ട് അടുത്തതൊരു ശ്രേഷ്ഠതയുടെ തലം ദൈവാത്മാവ് നമുക്ക് തുറന്നു തരട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, അതിന് നിങ്ങൾക്ക് പഠനം ആക്കാൻ ഞാൻ അത് നിങ്ങൾക്ക് ഒരു കുറിപ്പായിട്ട് തരുന്നു. ന്യായാധിപന്മാരാണ്. വിതച്ചിരിക്കുമ്പോൾ ശത്രു വരും. കിഴക്കേദേശക്കാർ അമാലേക്കരും മിദ്യാന്യര് ഇതിങ്ങനെ കുറെ കാലം തുടർന്നു. പക്ഷെ എക്കാലവും അവരുടെ മേൽ ആധിപത്യം ഇവർക്കുണ്ടായില്ല. ആ ഒരു സീസൺ മാറി വരും. ഇന്ന് പകൽ മനസ്സിൽ ഉറപ്പിക്ക്, ദുസ്ഥിതിയുടെ ഒരു സീസൺ മാറും, അപഖ്യാതിയുടെ ഒരു സീസൺ മാറും, അപമാനത്തിന്റെ ഒരു സീസൺ മാറും. നിന്നെ പറഞ്ഞ് ചമ്മന്തിയാക്കിയോ, നീ അവിടെ നിന്ന് നീ പൊങ്ങി വരുമെന്ന്. സ്തോത്രം. അവിടെ നിന്ന് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് പറഞ്ഞ് നാണം കെടുത്തിയിടത്തു നിന്ന്, നിന്നെ അപഹസിച്ചിടത്തു നിന്ന്, നിന്നെ മാറ്റി നിർത്തിയ ഇടത്തു നിന്ന്, നിന്റെ മേൽ നിന്നേക്കാൾ ബലമുള്ളവർ ആധിക്യം പ്രാപിച്ച ഇടത്തു നിന്ന് എന്റെ ദൈവം നിന്റെ സ്ഥിതിക്കൊരു ഭേദം വരുത്തും. തല ഉയരുന്ന ഒരു സമയം നമ്മുടെ മുൻപിൽ വരുന്നെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം പറയാം. അപ്പൊ ഒന്ന്, ശത്രു വരുത്തുന്ന സ്ഥിതിയാണ് ഒന്ന്. രണ്ടാമത്തെ സ്ഥിതി വായിച്ചു കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 12-15 വാക്യങ്ങൾ. അതും പരിചിതമായിട്ടുള്ള വാക്യമാണ്. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വാങ്ങിച്ചു. ഇനി 15-ാമത്തെ വാക്യം. അവർ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ച് അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്ന് വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എല്ലാം ഉള്ളവനായിട്ട് പോയ മകൻ ഇപ്പൊ എന്തായി? ഒന്നുമില്ലാത്തവനായി. കാരണം ആരാണ്? ശത്രുവാണോ? കാരണം ആരാണ്?
അപ്പനാണോ? കാരണം ആരാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് സ്വയം വരുത്തിവെച്ച സ്ഥിതിയാണ്. നമുക്ക് ചിലത് നമ്മുടെ ജീവിതത്തിൽ സ്വയം എന്ത് ചെയ്യാം? വരുത്തി വയ്ക്കാം. എല്ലാം കിട്ടിയതുകൊണ്ട് എല്ലാം പ്രയോജനപ്പെടണമെന്നൊന്നുമില്ല. എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ അത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാകാം. സ്വയം തീരുമാനിക്കരുത്, കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിക്കണം. ഇവിടെ ഈ തകർച്ചയ്ക്ക് ഈ മകൻ വിധേയപ്പെടാൻ കാരണം അപ്പനല്ല, കൂട്ടുകാരല്ല, നാട്ടുകാരല്ല, വീട്ടുകാരല്ല, ഒന്നുകൂടി കടത്തി പറഞ്ഞ പിശാചുമല്ല. ഇവന്റെ ഈ ദുസ്ഥിതിക്ക് കാരണം അവൻ തന്നെയാണ്. സ്വയം വരുത്തി വെച്ച നമുക്ക് പലതും എന്ത് ചെയ്യാൻ പറ്റും? വരുത്തി വയ്ക്കാൻ പറ്റും, ഇരുന്ന് വാങ്ങിക്കാൻ പറ്റും. പ്ലീസ് ദയവായിട്ട് ആരും അങ്ങനെ ചെയ്യരുത്. ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പലയിടത്ത് ശുശ്രൂഷയ്ക്ക് പോയി. അപ്പോൾ ഈ ദേവദാസന്മാരുമായിട്ടൊക്കെ ഉച്ചയ്ക്കൊക്കെ ഊണൊക്കെ കഴിഞ്ഞ് കുറേ സമയം സംസാരിക്കാൻ ഒക്കെ അവസരം കിട്ടുമ്പോൾ അവരുടെ വേദനയൊക്കെ എന്ത് ചെയ്യും? വിശ്വാസികൾക്ക് അവരുടെ നൊമ്പരം ആരോട് പറയാൻ പറ്റും? പാസ്റ്റർമാരോട് പറയാൻ പറ്റും. ഇനിയിപ്പോൾ പാസ്റ്ററോട് പറഞ്ഞില്ലേ നമുക്ക് വിശ്വാസമുള്ള, ഞങ്ങളുടെ പാസ്റ്റർക്ക് വലിയ കൃപയൊന്നും, അതുകൊണ്ട് ഇപ്പോൾ കൃപയുള്ളവരെ നോ പ്രോബ്ലം വിളിച്ചു പറഞ്ഞോളൂ, നമുക്ക് വിശ്വാസികളോട് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ പാസ്റ്റർമാരോട് വിശ്വാസികൾ അവരുടെ സങ്കടം എന്ത് ചെയ്യും? ഈ പാസ്റ്റർമാരുടെ സങ്കടം സെൻട്രൽ പാസ്റ്ററോട് പറയാൻ പറ്റുമോ? ഇല്ല. അത് പറഞ്ഞാൽ ഒന്നും ചിലപ്പോൾ അത്ര ഏക്കണമെന്നില്ല. ഇവിടുത്തെ സെൻട്രൽ പാസ്റ്റർ എന്നല്ല, ഒരിടത്തെ നേതൃത്വത്തോട് പറയാൻ പറ്റുമോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം നോക്കിക്കോളാൻ അവർ പറയത്തുള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇതുപോലൊക്കെ വീണ് കിട്ടുന്ന ചില സമയത്തൊക്കെയാണ് ഈ മനസ്സിൽ ഒളിപ്പിച്ച സങ്കടമൊക്കെ പാസ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് പോയ ഒരിടത്ത് ഒരു ദേവദാസൻ ഇങ്ങനെ പങ്കുവെച്ചു. ഉച്ചയ്ക്ക് ഊണിരുന്നപ്പോൾ അപ്പൊ ഞാൻ ഓർത്ത് നമുക്കൊന്നും ഒരു പ്രതിസന്ധി ഇല്ലല്ലോ. ഇല്ലാഞ്ഞിട്ടല്ല, സ്തോത്ര പ്രതിസന്ധിക്ക് ആവശ്യമുണ്ട്. അപ്പോ ഒരിക്കലെടുത്ത സ്വോത്രകാഴ്ച, അവിടെ സ്വോത്രകാഴ്ച പാസ്റ്റർക്കാണ്. അപ്പൊ സ്വോത്രകാഴ്ച എണ്ണിപ്പോ 50 രൂപയ്ക്കകത്ത ഒരു കുറിപ്പ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ അവിടെ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലത്തിന് മേളിലായി. അപ്പൊ 50 രൂപയ്ക്കകത്ത് പൊതിഞ്ഞൊരു കുറിപ്പ് പുള്ളിക്ക് കിട്ടി. പുള്ളിക്ക് 2-3 പിള്ളേരും ഉണ്ട്. ഒരു മോന്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി ബാക്കി 2 എണ്ണത്തിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് പോകാനാണോ ഇവിടെ നിൽക്കുന്നേ? അങ്ങ് പൊയ്ക്കൂടെ? സ്വോത്രകാഴ്ചക്കകത്തെ കുറിപ്പ, പേരൊന്നുമില്ല, അഡ്രസ്സൊന്നുമില്ല. നമ്മുടെയൊക്കെ ആൾക്കാരുടെ വിവരമാ. സ്വോത്രകാഴ്ചക്ക് പാത്രത്തിനകത്ത് പാസ്റ്റർക്കെതിരെ എന്ത് ചെയ്തേക്കുക? എന്നാ സ്വോത്രമൊന്നും ഇല്ലാത്ത എന്നാ? നിങ്ങൾക്ക് വിടാൻ പ്ലാൻ ഉണ്ടോ? ഇട്ടോ കുഴപ്പമില്ല, നോ പ്രോബ്ലം, സ്വാഗതം. ഞാനല്ല സ്വോത്രകാഴ്ച ഇടുന്നത്, ഇവിടെ ട്രഷാറുണ്ട്, കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, എഴുതിയിടുന്ന ഇട്ടോ, നോ പ്രോബ്ലം. അപ്പൊ പുള്ളിക്ക് അത് ഒത്തിരി സങ്കടമായി. ആ കുറിപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെയൊക്കെ പരിഹാരമായി. പുള്ളി പറഞ്ഞ് ആ ദേവദാസൻ പാവം പിടിച്ചൊരു ദേവദാസൻ പുള്ളിയെ നാറ്റിക്കാവുന്ന തന്നെ മാക്സിമം എന്ത് ചെയ്തു? സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞു. ചിലർക്ക് നല്ലത് പറയാനായിട്ട് കൃപയില്ല, നാറ്റിക്കാനേ കൃപയുള്ളൂ. അവർക്കായിട്ട് ഒരു സ്വോത്രം പറഞ്ഞേരെ. ആ പറഞ്ഞോന്ന്, എന്നാ പേടിക്കാനാ, ഒരു സ്വോത്രം പറഞ്ഞേക്കേ. അപ്പൊ സെൻട്രലൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ സെൻട്രൽ പാസ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ മോനെ അവിടെ ഇരിക്കും, നിങ്ങളൊക്കെ ഒന്ന് മാറത്തില്ലേ? അപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ ഇരുന്നത് പോലും. അങ്ങനെ ഒടുക്കം പിന്നെ കുറെ ആഴ്ചകൾ അത് നീണ്ടു. ഏകദേശ പരിഹാരമൊക്കെ കഴിഞ്ഞിടയ്ക്ക് ആയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഓരോ ദേവദാസന്മാരുടെ സങ്കടങ്ങളാണ്. ഈ ആശാരി ഉപദേശം ശുശ്രൂഷിച്ച കാലങ്ങളിലൊക്കെ ഇതുപോലെ സ്വോത്രകാഴ്ച പാത്രത്തിനകത്ത് സംഭവങ്ങളൊക്കെ വീണിട്ടുണ്ട്. ഒരു പ്രാവശ്യം വലിയൊരു കൺവെൻഷന് സ്വോത്രകാഴ്ച പാത്രത്തിനകത്ത് തവളെ കിട്ടി. തവളെ എന്ത് കിട്ടി? തവളയെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കി, ഇംഗ്ലീഷ് പറയണോ? തവളെ കിട്ടിയെന്ന് സ്വോത്രകാഴ്ച പാത്രത്തിനകത്ത്. ആശാരി ഉപദേശയുടെ കാര്യമൊക്കെ അറിയാലോ. ഇവിടെയൊക്കെ വന്ന് അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടുള്ള കണ്ട ദൈവദാസന്മാരൊക്കെ ഇവിടെ ഉണ്ട്, അല്ലേ? ദൈവമക്കളൊക്കെ ഇവിടെ ഉണ്ട്. സ്വോത്രകാഴ്ചക്ക് പ്രാർത്ഥിക്കാനായിട്ട് പുള്ളി എഴുന്നേറ്റപ്പോൾ സ്വോത്രകാഴ്ച പാത്രത്തിനകത്ത് ഒരു വലിയ തവള. പുള്ളി ആ തവളയെ അങ്ങ് പൊക്കി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇട്ടവന്റെ കുടുംബത്തിൽ ഇതുപോലെയുള്ളത് ജനിക്കട്ടെ. അത്രയും പറഞ്ഞ് ആമേൻ പറഞ്ഞു. പിന്നെ ഈ ഇട്ടവന്റെ മക്കൾക്കുണ്ടാകുന്നതെല്ലാം ആ ഷേപ്പിലാ. വല്ലതും ഇതെല്ലാം കുഞ്ഞുകളിയാണോ ആത്മീയം? കുട്ടിക്കളിയാണോ ആത്മീയം? മനസ്സറിഞ്ഞ് അകത്തുനിന്നൊരു വാക്ക് വന്നാൽ ഇരിപ്പതാകും. നിങ്ങൾക്കറിയണോ, ആ വീട്ടിൽ ജനിക്കുന്ന മകന്റെ മക്കൾക്ക് മുഴുവൻ ഉണ്ടാകുന്ന മക്കളൊക്കെ
കമന്ന് കിടക്കുക. ഏതിനെ പോലെ? ഒരു അഭിഷിക്തന്റെ മനസ്സ് നീറി പറഞ്ഞ ഒരു വാക്കാണ്. സ്തോത്രം. സംഭവിച്ചറിയണോ? ആശാരിപുരശി മരിച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് പുറകിൽ അദ്ദേഹത്തിന്റെ മകൻ സ്പർജനെ വിളിച്ച വീട്ടുകാര് അപ്പനോട് ചെയ്ത ദോഷത്തിന് മോനോട് ക്ഷമ പറഞ്ഞു. ആത്മീയമൊന്നും കുട്ടിക്കളിയും കുഞ്ഞിക്കളിയും ഒന്നും അല്ല കേട്ടോ. ഒത്താശ ചെയ്യുമ്പോഴും ഒപ്പിക്കുമ്പോഴും ഓർക്കണം, തൽക്കാലം പിടിവീണില്ലെന്നോർത്ത് പിടി വീഴുന്ന ഒരു സമയം വരും, അറസ്റ്റ് ചെയ്യുന്ന ഒരു സമയം വരും. നമ്മൾ പാടുമ്പം ദൈവമാർക്കും കടക്കാരനല്ല, നന്മയ്ക്ക് മാത്രമല്ല വിതച്ചിടുന്നതിന് മുഴുവൻ ഉയരത്തിലോട്ട് പോകാൻ നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ സകലത്തിനും കണക്ക് പറയിപ്പിച്ചിട്ടേ കർത്താവ് ഇവിടുന്ന് വിടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്തോരം ഗൗരവമായിട്ട് നമ്മൾ കാണണം ആത്മീയ ജീവിതം. ഇത് വാശി തീർക്കാനോ ദോഷം വരുത്താനോ ഒന്നുമുള്ള മേഖലയല്ല. ചിലപ്പോൾ നമ്മൾ ചെയ്ത ദോഷത്തിൻ്റെയൊക്കെ ഫലം തലമുറകളായിരിക്കും കൊയ്യേണ്ടി വരുന്നത്. തലമുറകളെ സ്നേഹിക്കുന്ന ആരും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷം ചെയ്യരുത്. നിങ്ങൾക്ക് അവരനൊരു നന്മ ചെയ്യാൻ പറ്റിയില്ലേ, അവരിനെ കുറിച്ചൊരു നന്മ പറയാൻ പറ്റിയില്ലേ, നോ പ്രോബ്ലം. നമ്മുടെ ഒരു വഴിയും ദൈവം മുടക്കത്തില്ല. പക്ഷേ നാമായിട്ട് തെറ്റായിട്ടുള്ളതൊന്ന്, അറിയാത്തതൊന്ന്, വാസ്തവമല്ലാത്തതൊന്ന് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു പരത്തുമ്പം ദൈവത്തിന് ചിലപ്പം നമ്മളോട് കരുണ തോന്നിയിട്ട് നമ്മളെ ഒഴിവാക്കിയേക്കാം, അത് നമ്മളിൽ നിന്ന് സ്കിപ്പ് ചെയ്തേക്കാം. പക്ഷെ തലമുറയുടെ കാലഘട്ടത്തിലായിരിക്കാം ചിലപ്പോൾ അതിന് പിടിവീഴുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന ആരും ആർക്കും ഒരു ദോഷം വാക്കുകൊണ്ടാകട്ടെ പ്രവൃത്തി കൊണ്ടാകട്ടെ നാം നിമിത്തം ഒരുവന്റെ മനസ്സ് ഉടയാനുള്ളത് ചെയ്തു വെക്കരുത്. നാം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ എല്ലാവർക്കും നന്മ ചെയ്യുക. ഇനി നന്മ പറയാൻ ഒന്നുമില്ലെങ്കിൽ വായിൽ വെള്ളമൊഴിച്ച് വെള്ളമിറക്കൂ, നോ പ്രോബ്ലം. അപ്പം നമ്മൾ വരുത്തി വെക്കരുത്. ചിലരെ എരന്നു വാങ്ങാറുണ്ട് അല്ലേ? പാടില്ല. നമ്മളായിട്ട് നമ്മുടെ പ്രവൃത്തി ദോഷമൊന്നും നമ്മളിലോട്ട് എന്ത് ചെയ്യരുത്, വരുത്തി വെക്കരുത്. ഈ നമ്മൾ ചെയ്തതിൽ ചിലത് നമുക്ക് കിട്ടത്തില്ലെന്ന് പറയാൻ തെളിവുണ്ട്. അപ്പന്റെ നഗ്നത ആര് കണ്ടു? ഹാം കണ്ടു അല്ലേ? അപ്പൻ ഉറക്കമുണർന്നപ്പം നഗ്നത പബ്ലിഷ് ചെയ്ത മോൻ ആരാന്നറിഞ്ഞു? സ്വന്തം രക്തത്തിൽ പിറന്ന മോനെ കുറിച്ച് അപ്പനൊരു വാക്ക് പറഞ്ഞു. കനാൻ ആരാ? അവന്റെ സന്തതിയാ. അതന്നെ ഹാം ശപിക്കപ്പെട്ടെന്ന് പറയാഞ്ഞേ? കാരണം 9:1 ദൈവം നോഹയും തന്റെ പുത്രന്മാരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം കിടക്കുന്നിടത്തോളം അപ്പന്റെ ശാപം അതിന്റെ മുകളിൽ വർക്കൗട്ട് ആകത്തില്ല. അതുകൊണ്ട് കാഴ്ചപ്പാടുള്ള അപ്പൻ വിളിച്ചു പറഞ്ഞു, കനാന്റെ കാര്യം പോക്കാടാ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ കുടുംബത്തിൽ നിന്ന് ഒരു നന്മയുള്ള ഒരുത്തനും പൊന്തിയിട്ടില്ല. അപ്പോ ഒരുത്തന്റെ മനസ്സ് നൊന്താൽ, നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് തിരുത്തണമെങ്കിൽ നേരിട്ട് തിരുത്തൂ. എൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് പറയണോ? സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ 1 or 2 ചില ഘട്ടങ്ങളിലൊക്കെ 3 ആഴ്ച കൂടുമ്പോൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് എന്തും പറയാം. ദേഷ്യപ്പെട്ട് പറയാം, പിന്നെ ശാന്തമായിട്ട് ശാന്തമായിട്ട് പറയാം. തിരുത്താനുള്ളതൊക്കെ ആർക്കും എപ്പോഴും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അറിയുന്നതൊക്കെ ഞാൻ തിരുത്താൻ നോക്കാറുണ്ട്. സോറി പറയേണ്ടവരോട് പറഞ്ഞിട്ടുമുണ്ട്. പുൾപിറ്റേ നിന്ന ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് സോറി പറയേണ്ടവരോട് പ്രാഗൽഭ്യവും അഭിമാനവും എനിക്കുണ്ട്. ആര് പറഞ്ഞിട്ടില്ലല്ലോ? പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് പറയാൻ യാതൊരു പ്രാഗൽഭ്യക്കുറവുമില്ല. നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ തിരുത്താം, തെറ്റുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, പറയാം, ഒരു കുഴപ്പമില്ല. എൻ്റെ ഒരു കുറ്റം നിങ്ങൾ വേറൊരാളോട് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ 4 ആഴ്ച നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല എങ്കിൽ തിരക്കുകൊണ്ട് ചിലപ്പോൾ പറ്റാതെ പോകും. വന്നിട്ടില്ലെങ്കിൽ 3-4 പേരോട് വിളിച്ചു പറയും, പുള്ളിക്ക് ഇതിനൊന്നും നേരമില്ല, പുള്ളി ഇങ്ങനെ നടക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് എന്നാ ഫലം? നിങ്ങൾ ചിന്തിച്ചേ. അങ്ങനെ സംഭവിച്ചെന്നല്ല, സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മുൻകൂർ അങ്ങ് ജാമ്യം എടുത്ത് പറയുക. ഇപ്പൊ സായന്റെ വീട്ടിൽ ഞാൻ 4 ആഴ്ച, സായൻ അങ്ങനെ പറയത്തില്ല, എനിക്കറിയാം, ഞാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് പറയാം. സാജൻ വിളിച്ച് ഇവിടെ ഒരു 5 പേരോട് പറഞ്ഞു, ഓ പുള്ളിക്ക് ഇതിനൊന്നും നേരമൊന്നും ഇല്ലെന്നേ, പുള്ളി ഇങ്ങനെ നാട് നീളെ നടക്കുക. അപ്പോ ഇത് സാജൻ 10 പേരോട് വിളിക്കുമ്പോ കുറഞ്ഞ പക്ഷെ 5 രൂപ പോയോ? 1 മിനിറ്റിന് കോളിന് 1 രൂപ, ഏറ്റവും കുറഞ്ഞ പിടിച്ചതാ.
ഇപ്പോൾ ഓഫറൊക്കെ അങ്ങനെ കിടക്കുകയാണല്ലോ അല്ലേ, അൺലിമിറ്റഡ് ഓഫർ. അതുകൊണ്ട് മണിക്കൂറുകളൊന്നും പോകും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ജിയോയ്ക്കായിട്ടൊരു സ്വോത്രം ചെയ്താലേ ഇനി അങ്ങനെ കിടക്കട്ടെ. അപ്പൊ 5 രൂപ പോയോ കുറഞ്ഞ വർഷം? ഈ 5 രൂപ കളണ്ടല്ലോ. 1 രൂപയുടെ കോൾ എന്നെ വിളിച്ചിട്ട്, എവിടെ മനുഷ്യ ഇയാൾ അങ്ങോട്ട് കയറിയിട്ട് 4 ആഴ്ചയായി. ഞാൻ ആരോടെങ്കിലും പറയുമോ? കമ്മിറ്റിക്കാരോട് പറയുമോ? നോ. സമയമില്ലേലും സമയം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ, അതിന് നമുക്ക് മനസ്സില്ല. നമുക്കൊരു 5 പേരോട് ഇന്ന് മിക്കവാറും ഇത് കഴിയുമ്പോൾ ചെന്ന്, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, കോളൊക്കെ വരും, കേട്ടോണം, കോളൊക്കെ വരും. അങ്ങനെയൊക്കെ ഉള്ള കോള് കട്ട് ചെയ്ത് വിട്ടോണം. നമ്മുടെ മനസ്സിലാണ് നല്ലത് പറയാൻ വിളിക്കുന്ന കോളെ അറ്റൻഡ് ചെയ്യാവുള്ളൂ. എന്തിനാ? വല്ല ശാപമൊക്കെ കേട്ട്, വല്ല മോശപ്പെട്ട വാക്ക് കേട്ട് നമ്മുടെ ഉള്ള കൃപ കളയരുത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അത് നേരിട്ട് എന്നോട് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? തിരുത്താൻ പറ്റും. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന കുറേയധികം പേര് ഇതിനകത്തുണ്ട്. അവരിതുപോലെയൊക്കെയുള്ള തിരുത്തലുകൾ എന്നോട് പറയാറുണ്ട്. അവരോടൊന്നും ഇതുവരെ തട്ടിക്കേറിയിട്ടില്ല. പറഞ്ഞവരാരാന്ന് ഇപ്പൊ വെളിപ്പെടുത്താൻ എനിക്കിപ്പം മനസ്സുമില്ല. പാസ ഇന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കണം, ഇന്നതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എന്നൊക്കെ പലരും എന്നോട് പറയാറുണ്ട്. ഞാൻ അത് വെച്ച് ഇതുവരെ ആരോടും പെരുമാറിയിട്ടില്ല. ഞാൻ തിരുത്തേണ്ടതല്ലേ, ഞാൻ സൂക്ഷിക്കേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞവരോടൊക്കെ പറഞ്ഞു, ഇനിയും പറയണം. ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമുക്ക് തിരുത്താൻ അതൊരു വഴിയാകുമല്ലോ. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഇവിടെ 100 പേരിയ്ക്കുമ്പം 200 കണ്ണാ എന്നെ കാണുന്നത്. ഞാൻ ഈ 2 കണ്ണുകൊണ്ടാണ് നിങ്ങളെ 100 പേരെ. അപ്പൊ എനിക്ക് നിങ്ങളെ കാണുന്നതിനൊക്കെ എന്തുണ്ട്? പരിമിതിയുണ്ട്. വീഡിയോഗ്രാഫേഴ്സ് കല്യാണത്തിന് വീഡിയോ എടുക്കുന്നുണ്ട്, ഒരാള് വേറൊരാള്, എല്ലാ ആംഗിളിലും എന്ത് ചെയ്യും? ഇപ്പൊ ഞാനിവിടുന്ന് എന്നെ കാണിച്ചാലും 100 പേര് 100 ആംഗിളിലാണ് എന്നെ എന്ത് ചെയ്യുന്നേ. അപ്പൊ നിങ്ങളൊക്കെ ഈ ക്യാമറ കണ്ണിന്റെ മുമ്പിൽ എന്നെ പിടിക്കുമ്പം ഒരുപാട് കുറ്റം കണ്ടേക്കാം. എന്തെങ്കിലും ബോധ്യപ്പെടുന്നെങ്കിൽ പ്ലീസ് കൈകൂപ്പി പറയട്ടെ, എന്നെ ബോധ്യപ്പെടുത്തൂ. ഞാൻ തിരുത്താൻ മനസ്സുള്ളവനാണ്. മടങ്ങി വരാം. അപ്പൊ സ്വയം നമ്മൾ എന്ത് ചെയ്യരുത്? ഒന്നും വരുത്തി വെക്കരുത്. കിട്ടിയ നന്മയായിട്ട് അന്തരീക്ഷമൊക്കെ പോയെന്ന് എനിക്ക് തോന്നുന്നേ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ 15-ാമത്തെ അധ്യായത്തിൽ ഈ മനുഷ്യൻ വരുത്തി വെച്ച സ്ഥിതി എങ്ങനെയാണ്? സ്വയം വരുത്തി വെച്ചതാണ്. ഈ സ്വയം വരുത്തി വെച്ച തിന്മയ്ക്ക് എങ്ങനെയാണ് പരിഹാരം ഉണ്ടായത്? ആരുടെ അടുക്കൽ നിന്നവൻ അകന്നു, അതേ അപ്പന്റെ അടുക്കൽ അവൻ മടങ്ങി വന്നപ്പോ വരുത്തി വെച്ച സ്ഥിതിക്ക് അവിടെ ഒരു പരിഹാരമായി. ആരുമായിട്ടിടഞ്ഞോ അവരുമായിട്ട് നിരക്കണം, ആരുമായിട്ടകന്നോ അവരുമായിട്ടടുക്കണം. അവിടെയാണ് നാം വരുത്തി വെച്ച സ്ഥിതിക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ. ബോധ്യപ്പെടുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. ചെരിപ്പോടെ, മോതിരത്തോടെ, നല്ല വസ്ത്രത്തോടെ പോയവൻ ഇടക്കാലത്ത് തന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് ചെരിപ്പ് കളഞ്ഞു, മോതിരം കളഞ്ഞു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, ഇതെല്ലാം കളഞ്ഞു. പക്ഷേ എപ്പോഴാണോ അവൻ വിച്ഛേദിക്കപ്പെട്ടു പോയ ബന്ധം അപ്പനുമായി പുനഃസ്ഥാപിച്ചത്, അവൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ എല്ലാം നഷ്ടം നികത്താനുള്ളത് അപ്പൻ അവന് വേണ്ടി ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് കളഞ്ഞവന്റെ കാലിൽ ചെരുപ്പ് കിട്ടി, മോതിരം കളഞ്ഞവന്റെ കയ്യിൽ മോതിരം കിട്ടി, വസ്ത്രം മുഷിപ്പിച്ചവന് പുതിയ വസ്ത്രം കിട്ടി. മടങ്ങി വന്നാൽ, തിരുത്താൻ തയ്യാറായാൽ, ഏറ്റുപറയാൻ നാം മനസ്സ് വെച്ചാൽ, നാം തന്നെ വരുത്തി വെച്ച എന്തെങ്കിലും സ്ഥിതിവിശേഷങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ തുടരുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുത്തുവാൻ ഇന്ന് പകൽ സ്ഥാനപ്പെടാൻ ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറയാം. 3-ാമത്തെ ഒരു വാക്യോട് വായിച്ച് അവസാനിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. യോഹന്നാൻ 9-ന്റെ
1-2 വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാര് ആണോ എന്ന് ചോദിച്ചപ്പം യേശു കർത്താവ് എന്താണ് പ്രതിവചിച്ചത്? ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ. ഈ സ്ഥിതിക്ക് പറയുന്ന സ്ഥിതിയാണ് ദൈവം വരുത്തുന്ന സ്ഥിതി. ഇവിടെ ഈ മനുഷ്യനിൽ ഒരു തകർച്ച, ഒരു ബ്രാക്കറ്റ് പീരീഡ് ദൈവം അനുവദിച്ചു. ബൈബിളിൽ പലരുടെയും ലൈഫിൽ ദൈവം ഇങ്ങനെ ചില ദൈവമായിട്ട് വരുത്തിയ ചില നൊമ്പരത്തിന്റെ അനുഭവങ്ങളുണ്ട്. അത് പിശാച് കൊണ്ടുവന്നതല്ല, അത് സ്വയം വരുത്തി വെച്ചതല്ല. സ്വയം വരുത്തിയതാണെങ്കിൽ കർത്താവ് പറഞ്ഞേനെ. കർത്താവ് പറഞ്ഞു, ഇവൻ പാപം ചെയ്തിട്ടല്ല, ഇവന്റെ അമ്മപ്പന്മാര് പാപം ചെയ്തിട്ട്, അവർ പാപം ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്, അവര് ചെയ്തതിന്റെ പരിണിത ഫലമല്ല ഇതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കർത്താവ് പറയുന്നു, ഇവനിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പൊ ശ്രദ്ധിച്ചോ, ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു സ്ഥിതി മാറ്റത്തിന് വേണ്ടി ദൈവം നമുക്കൊരു ബ്രാക്കറ്റ് പീരീഡ് ചില നൊമ്പരങ്ങൾ അനുവദിച്ചു തരുമ്പോൾ അതിനെ സഹിച്ചു പോകാനുള്ള ഒരു കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ഇവിടെ ഈ അത്ഭുതത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. 9-ാമത്തെ അധ്യായത്തിലെ അത്ഭുതം നിങ്ങളൊന്ന് വായിച്ചോണം. ഏകദേശം ഒരത്ഭുതത്തെ കുറിച്ച് പറയാൻ 41 വാക്യങ്ങളാ. വേറെ ഒരിടത്തും ഒരത്ഭുതത്തിന് വേണ്ടി ഇത്രയും വാക്യങ്ങൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല. എന്തിനേറെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ സൃഷ്ടിവൃത്താന്തം പറയാൻ ഉൽപ്പത്തി 1 പോലും ഇത്രയും വാക്യങ്ങളില്ല. എന്നാൽ ഒരു കുരുടനായ മനുഷ്യന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയത് പറയാൻ 41 വാക്യങ്ങൾ എടുത്തു. അതിലെ ആദ്യത്തെ 7 വാക്യങ്ങൾ മാത്രമാണ് അത്ഭുതത്തെ പറ്റിയുള്ളത്. അടുത്ത വാക്യങ്ങൾ ഏകദേശം 34ഓളം വാക്യങ്ങൾ ഈ അത്ഭുതത്തിന്റെ അനന്തരഫലത്തെ കുറിച്ചാണ്. നമ്മളത് വായിച്ചു വരുമ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്ഭുതത്തിന്റെ അനന്തരഫലത്തെ കുറിച്ച് വിവരിക്കാനാണ് ബാക്കി 34 വാക്യങ്ങൾ എടുത്തത്. എന്തായിരുന്നു ഈ മനുഷ്യന്റെ പ്രത്യേകത? ഇവന്റെ കണ്ണില്ലെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്, കാഴ്ച ഇല്ലെന്ന് പറയുന്നവരുണ്ട്. എന്തുമാകട്ടെ, കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. അവന്റെ ജീവിതത്തിൽ വലിയ ചില തകർച്ചകളുണ്ട്. ഒന്ന്, അവന് കണ്ണ് കാണത്തില്ല, അവന്റെ ഭാവി ഇരുളടഞ്ഞവനാണ്, അവന് വേഗതയില്ലാത്തവനാണ്, അവൻ പുതുമയില്ലാത്തവനാണ്. കണ്ണ് തുറന്നാൽ ശ്രദ്ധിച്ചോ, പലതും അവന് കാണാം, പക്ഷേ അവന്റെ ഭാവി ഇപ്പോൾ അവന്റെ പ്രതിസന്ധി കൊണ്ട് ഇരുളടഞ്ഞു കിടക്കുകയാ. രണ്ടാമത്തെ വസ്തുത, കാഴ്ച ഉള്ളവൻ നടക്കുന്ന വേഗത്തിൽ കണ്ണ് കാണാൻ വഹിയാത്ത ഒരാൾക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഭാവിയില്ലാത്തവൻ. 2, വേഗത നഷ്ടപ്പെട്ടവൻ. 3, ഒന്നും ഒരു പുതുമയില്ല, എന്നും എപ്പോഴും അവന്റെ കണ്ണിൽ ഇരുട്ട് മാത്രമാണ്. എന്ന് വെച്ചാൽ പുതുമയില്ലാത്ത ഒരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവിന്റെ കരം ഇടപെട്ടപ്പോൾ അവന് ഒരു പുതുമ ലഭിച്ചു. അവന്റെ ഭാവി ശോഭനമായി, അവന് വേഗതയുണ്ടായി. നിങ്ങളുടെ വേഗത എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാവി എവിടെയെങ്കിലും ഇരുളടഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ പുതുമ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്ഥിതി മാറ്റാൻ വരുന്ന കർത്താവിന്റെ കരം നിങ്ങളുടെ ലൈഫിൽ ഇറങ്ങി ഇടപെട്ടാൽ ഇന്നത്തെ സ്ഥിതിക്കൊരു ഭേദം വരും. ഹല്ലേലൂയ. ഇവിടെ അനുഗ്രഹീതമായ ഒത്തിരി ചിന്തകളുണ്ട്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുത്തത് എങ്ങനെയാണ്? നിലത്ത് ചേറുണ്ടാക്കി അതവൻ്റെ കണ്ണിൽ എന്ത് ചെയ്തു? തേച്ചു. ശീലോഹോംകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. നിലത്ത് ചേറുണ്ടാക്കി കണ്ണിൽ തേച്ചു. കണ്ണുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഓൾറെഡി കാഴ്ചയില്ല, അതിൻ്റെ കൂടെയോ ചേറൂട് തേച്ചാലോ പിന്നെ സാധ്യത മങ്ങുകയാണ്. നമ്മുടെയൊക്കെ കണ്ണിൽ പണിക്കിടയ്ക്ക് ഒരു കരട് പോയാൽ കണ്ണ് നിറയത്തില്ലേ? അല്ലേ? ഒരു കരട് വീണാൽ മതി, കണ്ണ് നിറയും. അപ്പം ചേറ് തേച്ചാലത്തെ കാര്യം ഓർത്ത് നോക്കിക്കേ. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ചില ദൂതുകളുണ്ട്. 1, കർത്താവിൻ്റെ കൈ പറ്റാത്ത ഒരു ചേറും നിന്റെ കണ്ണെ പറ്റാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ലൈഫിൽ വന്നതിനകത്തൊക്കെ എൻ്റെ കർത്താവിൻ്റെ കരമുണ്ട്.
എത്ര പേർക്ക് ഇന്ന് പകൽ ഉറയ്ക്കാൻ പറ്റുന്നുണ്ട്? ചിലപ്പോൾ പിശാചായിരിക്കാം അതിന് മുഖാന്തരമായി തീർന്നത്, മനുഷ്യനായിരിക്കാം നിനക്കെതിരെ നിന്നത്. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ അനുമതിയോടുകൂടെയാ ഇയ്യോബിന്റെ ലൈഫിലെ തകർച്ച പിശാച് കേറി അറ്റാക്ക് ചെയ്തതല്ല, അതിൻ്റെ പുറകിൽ അനുവദിച്ചു കൊടുത്ത ഒരു ദൈവമുണ്ട്. എന്നത്തേക്കും അനുവദിച്ചു കൊടുത്തതല്ല. ആ പദ്ധതി തികവിലെത്തുമ്പോൾ അവിടെ നിന്ന് അവന്റെ സ്ഥിതിക്കൊരു മാറ്റം വരുത്തിയതുപോലെ ഇന്ന് പകലിൽ ഉറച്ചോ. നിങ്ങളുടെ പ്രതിസന്ധി എന്താണെങ്കിലും, നിങ്ങളുടെ നൊമ്പരം എന്താണെങ്കിലും, ഇന്ന് പകൽ നെഞ്ചത്ത് കരം വെച്ച് പറ, എന്റെ കർത്താവിന്റെ കൈ പറ്റാത്ത ഒരു ചേറും എന്റെ കണ്ണി പറ്റാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല, അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരോടും വിരലി ചൂണ്ടി എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. കർത്താവിന്റെ കൈയെ പറ്റാത്ത ചേറ് നിന്റെ കണ്ണിൽ പുരളാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ അവന്റെ പൈതലാണെങ്കിൽ അനുമതിയോടുകൂടി മാത്രമേ അവൻ ചിലത് നിന്റെ ലൈഫിൽ തരത്തുള്ളൂ. ഒരു വേള അത് താങ്ങാൻ കഴിയാത്തതാകാം, ഒരു വേള അത് മറ്റുള്ളവരിൽ നിന്നാകാം, ഒരു വേള അത് വീട്ടുകാരിൽ നിന്നാകാം, ഒരു വേള അത് സ്വന്തക്കാരിൽ നിന്നാകാം, ഒരു വേള അതൊട്ടും പ്രതീക്ഷിക്കാതെ നീ ചേർത്തു നടത്തിയവരിൽ നിന്നാകാം. എവിടെ നിന്നുമാകട്ടെ നിനക്കുള്ള നൊമ്പരം ആടിന്റെ അകത്തും ദൈവത്തിന്റെ ഒരു മൗനാനുമതി ഉണ്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അനുമതി കൊടുത്ത ദൈവത്തിന് അനന്തരമായി ഒരു സ്ഥിതി മാറ്റാൻ ഒരു പദ്ധതി അതിന്റെ പുറകിൽ ഉണ്ട്. ഹല്ലേലൂയ. മണ്ണ് കണ്ണിൽ വീണാൽ കണ്ണ് നിറയും. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കണം. ശീലാഹാങ്കുളത്തിൽ പോയി എന്ത് ചെയ്തു? സ്തോത്രം. അപ്പൊ കണ്ണ് നിറഞ്ഞില്ലേ? മണ്ണ് തേച്ചപ്പോ കണ്ണ് നിറഞ്ഞു കാണും. ഹല്ലേലൂയ. അപ്പൊ വിടുതലിന് വേണ്ടി ചെയ്തത് തൽക്കാലം കരച്ചിലിൻ്റെ വിഷയമായിട്ട് മാറി. പക്ഷേ അതേ കരച്ചിലിൻ്റെ വിഷയം സന്തോഷത്തിൻ്റെയും ആർപ്പിൻ്റെയും വിഷയമാക്കി മാറ്റി. ഇന്നു നീ കണ്ണ് നിറഞ്ഞ വിഷയങ്ങൾ നാളെ നിനക്ക് ആർപ്പിനുള്ള വിഷയമാകാൻ പോവുകയാ. ശരീരത്തിൽ നീ അനുഭവിച്ച നൊമ്പരം, തലമുറയെക്കുറിച്ച് നീ അനുഭവിച്ച മനോവധ, ഇന്നത് നിനക്കൊരു നൊമ്പരമാ. എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതെന്റെ ലൈഫിൽ, എന്തുകൊണ്ട് ഇതെന്റെ ലൈഫിൽ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ നിന്റെ ആനന്ദത്തിനുള്ള ഒരു മറുപടിയാകാൻ പോകുന്നു. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചോ. ഇന്ന് കണ്ണു നിറഞ്ഞ വിഷയം നാളെ നിന്റെ സന്തോഷത്തിന്റെ, നാളെ നിന്റെ ആർപ്പിന്റെ കരമടി എഴുന്നേറ്റ് നൃത്തം ചെയ്ത് സ്തുതിക്കത്തക്ക നില ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. കാലമേറെയായി കൊണ്ടു നടന്ന ചില സങ്കടങ്ങൾ സന്തോഷത്തിലോട്ട് വഴിമാറുന്നു. അല്പനിമിഷങ്ങൾ അവരും തുറന്ന് ബലത്തോടെ ആ ദൈവത്തിന്റെ വചനം ഇന്ന് പകലിൽ നമ്മുടെ ലൈഫിൽ ഒരു ദൈവപ്രവൃത്തിയാകട്ടെ, ദൈവപ്രവൃത്തിയാകട്ടെ. കരമടിച്ച് ഇടം വലം നോക്കാതെ അന്യഭാഷകളിൽ അല്പനിമിഷങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആ സാന്നിധ്യം, കുരുടന്റെ സ്ഥിതിയെ മാറ്റിയ സാന്നിധ്യം, ശത്രു വരുത്തി വെച്ച സ്ഥിതിയെ മാറ്റുന്ന സാന്നിധ്യം, സ്വയം വരുത്തി വെച്ച സ്ഥിതിയെ മാറ്റുന്ന സാന്നിധ്യം ഇന്ന് പകലിൽ വിശ്വാസത്തോടെ വചനത്തോടെ പ്രതികരിക്കുന്നവർക്ക് വേണ്ടി എന്റെ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. എത്ര നാൾ വൃഥാവായോടി മനുഷ്യനിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം
കഴിച്ചു